പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ദൈവകൃപയാൽ സുഖമായും സൗഖ്യമായിരിക്കുന്നു. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്കാണ് ഞാൻ ഇന്നത്തെ ചിന്തയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 34:8. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മുടെ യഹോവ നല്ലവനാണ്. എല്ലാവർക്കും വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാൻ കാണും. യഹോവ നല്ലവനെന്ന് നമ്മളെല്ലാവരും രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. നമ്മളൊരു സാധനം രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും കുക്ക് ചെയ്യുന്നവരായിരിക്കും സാധാരണമായി. നമ്മളൊരു സാധനം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ കാണാനുള്ള ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല്, ഇതൊക്കെ നമുക്ക് അനുഭവിക്കുമ്പോൾ, അതൊക്കെ ആസ്വദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഫുഡ് ഐറ്റം ഏകദേശം നല്ലതാണോ, അല്ലെങ്കിൽ അത് കഴിക്കുവാൻ നല്ലതായിരിക്കാം എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ധാരണ നമുക്കുണ്ടാകും. പക്ഷെ അത് നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെ അളവുകളെല്ലാം തുല്യമായോ, ഉപ്പ് ശരിയായോ, അത് എരിവ് ശരിയായോ, അതിൻ്റെ എല്ലാ ബാക്കി മസാലാസ് എല്ലാം ശരിയായോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അനുഭവിച്ചറിയുവാൻ പറ്റും. അതിനെയാണ് നമ്മൾ രുചിച്ചറിയുക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അതാണ് രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്ഷനാണ്. അതായത് ആ സാധനം ശരിയായി, അല്ലെങ്കിൽ അതിന് ഇനി വേറെ ഒന്നും വേണ്ട എന്നൊരു കംപ്ലീറ്റ് ഒരു ധാരണ അതിന് നമുക്ക് കിട്ടും, അല്ലേ? അതിനെയാണ് നമ്മൾ രുചിച്ചറിയുക എന്ന് പറയുന്നത്. ടേസ്റ്റ് ആൻഡ് സീ. വിശുദ്ധ വചനവും പറയുന്നത് യഹോവ നല്ലവനെന്ന് നമ്മൾ രുചിച്ചറിയണം, നമ്മൾ അനുഭവിച്ചറിയണം. ആ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ആ രുചി നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് ടേസ്റ്റ് ചെയ്തറിയണം. നമ്മൾ ഒരു പാട്ടിനകത്ത് പറയുന്നു, തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ, രുചിച്ച് നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ നമ്മൾ പാടിയിട്ടുണ്ടല്ലോ. യേശു ക്രിസ്തു മാധുര്യവാനാണ്. യഹോവ നല്ലവനെന്ന് നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഈ ഒരു വർഷം തീരാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങളൂടെ ഇനി ബാക്കിയുള്ളൂ. ഈ 2025 നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കാണും. ഓരോ അനുഭവങ്ങൾ, ഓരോ സാക്ഷ്യങ്ങൾ, ഓരോരുത്തർക്കും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ, ഓരോരുത്തരും അവരുടെ കഷ്ടതയിൽ ഇറങ്ങി വന്നിട്ടുള്ള ദൈവത്തെ കണ്ടിട്ടുള്ള അവസരങ്ങൾ, ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളുടെ ദൈവത്തെ കാണുകയും ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുകയും ചെയ്തിട്ടുള്ള നിമിഷങ്ങൾ. അങ്ങനെ നമുക്ക് കുറേയേറെ പറയാനുണ്ട്. നമ്മുടെ യഹോവ നല്ലവനെന്ന് നമുക്ക് പറയുവാൻ, നമുക്ക് ഈ 365 ദിവസവും, ഈ ഒരു വർഷക്കാലം 2025 ഓരോ നിമിഷവും നമുക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. എൻ്റെ യഹോവ നല്ലവനായിരുന്നു, എൻ്റെ യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് എന്നോടൊപ്പം അത് പറയുവാൻ സാധിക്കും? എൻ്റെ യഹോവ എനിക്ക് നല്ലവനായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അത് നമ്മൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അതിനോട് ചേരുന്ന ഒരു വാക്യം കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 66:9 പറയുന്നു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ഈ 2025 പ്രിയ മക്കളെ, നമുക്കത് പറയാനില്ലേ? നമ്മളെ ജീവനോടെ കാത്ത ദൈവം നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ താണു വീണു പോകുവാൻ, നമ്മൾ നശിച്ചു പോകുവാൻ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ. അങ്ങനെ പല അവസരങ്ങളും നമ്മൾ ഇല്ലാതെയായി പോകേണ്ട നിമിഷങ്ങളുണ്ടായിരുന്നു. ഈ ജീവിതം എനിക്ക് എന്തിനാണ് എന്ന് പലരും ചിന്തിച്ചു പോയിട്ടില്ലേ? ഈ കഷ്ടപ്പാടുകൾ, ഈ ദുരിതങ്ങളൊക്കെ എന്തിനാണ്? ഇനി എങ്ങനെ ഞാൻ ജീവിക്കും? മുന്നോട്ട് എങ്ങനെയാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ? എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും എന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് പലപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചിട്ടുള്ള നിമിഷങ്ങളില്ലേ ഈ 2025? അപ്പോഴൊക്കെ നമ്മളെ ജീവനോടെ കാത്തത്, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കാതെ അവൻ്റെ ഉള്ളം കരങ്ങളിൽ നമ്മളെ കാത്തുസൂക്ഷിച്ച് പരിപാലിച്ചില്ലേ നമ്മുടെ യേശുപ്പച്ചൻ? പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിനെ നമ്മൾ
എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഈ ഒരു 2025 മാത്രമല്ല, ഇനി നമുക്ക് എത്ര നാൾ നമ്മുടെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം ഈ ഭൂമിയിൽ തരുന്നോ, ആ നാൾ അതുവരെയും ഓരോ നിമിഷവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ ഒരു നിമിഷം പോലും നമ്മളെ സമ്മതിച്ചിട്ടില്ല. നമ്മളെ ജീവനോട് കാത്ത നമ്മുടെ ദൈവം, പ്രൈസ് ദി ലോർഡ്. എത്രയോ വേദനകളും എത്രയോ പ്രയാസങ്ങളും എത്രയോ ദുരിതങ്ങൾ വന്നപ്പോഴും നമ്മളെ നമ്മൾ വീണ് പോകാതെ നമ്മളെ നിലനിർത്തിയത് നമ്മുടെ ദൈവം, സ്വർഗത്തിലെ ദൈവം ഒന്ന് മാത്രമാണ് അല്ലെ. അതുപോലെ തന്നെ സങ്കീർത്തന 66:19-20 പറയുന്നുണ്ട്, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ 6 മാസം ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുള്ള എൻ്റെ വേദനകൾ. എൻ്റെ ഈ 6 മാസം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത എൻ്റെ 6 മാസമാണ്, ജൂൺ തൊട്ട് ഈ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ. പലപ്പോഴും ഞാൻ ആ 6 മാസത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ശരീരത്തിന് സൗഖ്യമില്ലാതിരുന്ന സമയത്ത് എന്താണ് ഈ സംഭവിക്കുന്നത്? ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ, ചില അവസരങ്ങൾ, അത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് എനിക്ക് സൗഖ്യം തന്നിട്ടുള്ള നിമിഷങ്ങൾ. ഞാൻ പഴയ എൻ്റെ വീഡിയോസിനകത്ത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ഒരു ദൈവം, നമ്മുടെ അപേക്ഷ യാചനകൾ, നമ്മുടെ കണ്ണുനീരവൻ്റെ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന്. ഞാൻ കഴിഞ്ഞ നവംബർ മാസം നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ പല ഡോക്ടർമാരെയും കാണിച്ചു, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ സ്കിന്നിൽ വരുന്ന അലർജി പ്രോബ്ലങ്ങൾ, എൻ്റെ ബോഡി മൊത്തം റാഷസ് ആയിട്ട് ഇരിക്കുമ്പോൾ, എൻ്റെ മുഖം മൊത്തം സ്വെല്ലനായിട്ട്, എൻ്റെ ബോഡി മൊത്തം സ്വെല്ലനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഡോക്ടർമാരും എല്ലാവരും പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് അവർക്ക് ചെയ്യാനൊന്നുമില്ല, അവർ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം തന്നെ നോർമലാണ്, പക്ഷെ എനിക്ക് ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ശരീരം കംപ്ലീറ്റ് അലർജിക്കായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തിൽ അങ്ങനെ ഞാൻ ഒരു ദിവസം ഓൾമോസ്റ്റ് ഒരു നവംബർ മിഡിലായപ്പം ഞാൻ സ്വർഗത്തിലെ ദൈവത്തിനോട് അന്ന് രാത്രിയിൽ എൻ്റെ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റും കഴിഞ്ഞിട്ട് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ കമന്ന് വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കിനി ഒന്നും ചെയ്യുവാനില്ല, എൻ്റെ ബുദ്ധിയിലും ഈ ലോകത്തിലെ ഡോക്ടർമാരുടെ ബുദ്ധിയിലും സകലതും കഴിഞ്ഞു അപ്പച്ച, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എനിക്കില്ല, ഒന്നുകിൽ നീ എനിക്ക് സൗഖ്യം തരണം അപ്പച്ച, നിന്റെ ഹിതം, ഒന്നുകിൽ നീ എനിക്ക് സൗഖ്യം തരണം അപ്പച്ച, കാരണം എനിക്ക് ഇങ്ങനെ ഒരു നിമിഷം ജീവിക്കാൻ കഴിയില്ല അപ്പച്ച, അല്ലെങ്കിൽ പൗലോസിനോട് പറഞ്ഞതുപോലെ ഈ ശൂലം നിനക്ക് എന്നും ഉണ്ട്, നിനക്ക് ഈ ശൂലം മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണ്, അത് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കാനുള്ളതാണെങ്കിൽ എനിക്കിതിൽ ജീവിക്കാനുള്ള കൃപത. ആ പൗലോസിനോട് പറഞ്ഞതുപോലെ നിന്റെ കൃപ എനിക്ക് മതി. ആ നിന്റെ കൃപ ആ പറയുന്ന വാക്കുകളിൽ മാത്രമല്ല, ആ കൃപ ശരിക്കും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, എൻ്റെ ബോഡി റാഷസ് ആയിട്ടിരിക്കുമ്പോഴും എൻ്റെ ശരീരം മൊത്തം സ്വെല്ലനായിട്ടിരിക്കുമ്പോഴും എനിക്ക് അതിൽ ജീവിക്കുവാനുള്ളൊരു കൃപ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് തരണം, എനിക്ക് ജീവിക്കുവാനുള്ള കൃപ നൽകണം. ഈ ആയുസ് കർത്താവാണ് തന്നത്, എനിക്കത് തീർക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നീ എന്നെ തിരിച്ചു വിളിക്കുന്നുവോ അന്ന് ഞാൻ നിന്നോട് കൂടെ ചേരും. അന്ന് വരെ ഈ ഭൂമി ജീവിക്കുവാനുള്ള കൃപ സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് തരണം. അല്ലെങ്കിൽ യേശുപ്പച്ച നിന്റെ ഹിതമെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് സൗഖ്യം തരണമേ എന്ന് ഞാൻ അപേക്ഷിച്ച് ഞാൻ കരഞ്ഞ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയിൽ എൻ്റെ അപ്പച്ചൻ എന്നെ തൊട്ടു. ആ അപ്പച്ചൻ എന്നെ തൊട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ സകല റാഷസും അപ്രത്യക്ഷമായതാണ് ഞാൻ കാണുന്നത്. എൻ്റെ സ്കിന്ന് എൻ്റെ പഴയ സ്കിന്ന് പോലെ തന്നെ കംപ്ലീറ്റ് റിക്കവറായ ഒരു സ്കിന്നാണ് ഞാൻ രാവിലെ എണീക്കുമ്പോൾ കാണുന്നത്. എനിക്ക് വളരെ അത്ഭുതമായിട്ട് ഞാൻ എഴുന്നേറ്റ് കട്ടിലയിലിരുന്ന് ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, നീ എന്നെ മറന്നു പോയില്ല അല്ലേ അപ്പച്ച, നീ എന്നെ മറന്നു പോയില്ല. ഇല്ല പ്രിയ മക്കളെ, നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രയാസങ്ങൾ ഒരിക്കലും ദൈവം കാണാതെ പോകത്തില്ല. അത് ഞാനൊരു സാക്ഷ്യമാണ് കർത്താവ് എനിക്ക് തന്ന വിടുതല്. ആ രാവിലെ എഴുന്നേറ്റ് ഞാൻ കംപ്ലീറ്റ് എൻ്റെ ശരീരത്തിനെ അസസ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ തൊട്ടു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് സൗഖ്യം തന്നു. അതിൽ ഒരു ഡോക്ടർമാരുടെ
ഡോക്ടർമാരുടെ ബുദ്ധിയോ അല്ലെങ്കിൽ മരുന്നിന്റെ ബുദ്ധിയോ അല്ലെങ്കിൽ മരുന്നിന്റെ ട്രീറ്റ്മെന്റിന്റെ ശക്തിയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന്റെ കരമാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത്. അന്ന് രാത്രിയിൽ എൻ്റെ ശരീരത്തിനെ തൊട്ട് എനിക്ക് പരിപൂർണമായ സൗഖ്യം തന്ന് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ ഞാൻ കാണുന്നു. അതുപോലെ പ്രിയ മക്കളെ, ആരെങ്കിലും ദുഃഖത്തില്, ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പരിപൂർണമായും വിശ്വസിക്കുക. ഈ സങ്കീർത്തനം 66:19-20 നിങ്ങൾ ഉരുവിട്ട് പറയുക. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. അവൻ ശ്രദ്ധയോടെ കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം അവൻ ശ്രദ്ധയോട് കേൾക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവൻ. എനിക്ക് ഈ 2025 പറയാനുള്ളത് അതൊന്നേ ഉള്ളൂ. എൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, എന്നെ വിടുവിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ആ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. ആ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റും, യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞവളാണ്. എൻ്റെ യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞവളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, നിങ്ങളുടെ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന ദൈവം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും ചിന്തിക്കരുത് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്നില്ലെന്ന്. എന്നെ മറന്നു പോകാത്ത ദൈവം, എന്നെ മറന്നു പോകാത്ത ദൈവമാണെങ്കിൽ നിങ്ങളെ തീർച്ചയായും മറന്നു പോകാതെ നിങ്ങളുടെ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്നും ജീവിക്കുന്നുണ്ട്. പരിപൂർണമായും വിശ്വസിക്കുക, ആ ദൈവത്തിൽ ആശ്രയിക്കുക. പരിപൂർണമായി നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായും ആ പാദപീഠത്തിൽ സമർപ്പിക്കുക. ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ടേസ്റ്റ് ആൻഡ് സീ that the Lord is good. I mean, Lord is always good. Lord is good forever. Amen. Praise the Lord. സങ്കീർത്തനം 4:7-8 പറയുന്നു. Praise the Lord. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ 2025 ഡിസംബർ മാസത്തിൽ ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ 6 മാസത്തെ സ്ട്രഗിള് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് നന്മയ്ക്കായി ചെയ്തു. എന്നെ മറന്നുപോകാത്ത ദൈവം, എൻ്റെ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന ദൈവം, എൻ്റെ യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. ആ ദൈവം ഇന്ന് ജീവിക്കുന്നു. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ എല്ലാവർക്കും ഉണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? ആ അപ്പച്ചൻ ഇന്നും എന്നെ ഓർക്കുന്നുണ്ട്. ആ അപ്പച്ചൻ ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവന്റെ ബലമുള്ള കൈ ഇന്നും എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും ആ ബലമുള്ള കൈ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നതെന്ന് പരിപൂർണമായും ധൈര്യത്തോടെ സന്തോഷത്തോടെ ധാന്യം വീഞ്ഞും എല്ലാവർക്കും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്തു പറയാൻ പറ്റും? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഭയം ഉള്ളിൽ ഒട്ടും വേണ്ട, ഭയം ഒന്നും വേണ്ട. നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം യഹോവയാണ് എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. യഹോവയാണ് എൻ്റെ പക്ഷത്തുള്ളത്. യഹോവയുടെ ബലമുള്ള കൈക്കീഴിലാണ് ഞാൻ താണിരിക്കുന്നത്. കാരണം യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞിട്ടുള്ളവളാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്താണ് കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത്? സങ്കീർത്തനം 116:12-13 പറഞ്ഞിരിക്കുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരമാണ് കൊടുക്കേണ്ടത്? എൻ്റെ യഹോവ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കണം? പ്രൈസ് ദി ലോർഡ്. എന്ത് പകരം കൊടുക്കണം? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആ രക്ഷയുടെ പാനപാത്രം എടുത്ത്, നമുക്ക് തന്നിരിക്കുന്ന ആ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ യഹോവയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാക്ഷിയായി തീരുക. യഹോവ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കുക. കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതം, കർത്താവ് നമ്മളെ വഴി നടത്തിയ ജീവിതം, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് മറ്റുള്ളവരോട് പറയുക. യഹോവയുടെ നാമത്തെ ഉയർത്തുക. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഓരോ നിമിഷം നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മളിത് കാണിച്ചു കൊടുക്കുക. ക്രിസ്തു നമ്മളിൽ ജീവിക്കണം. ക്രിസ്തു തന്നെ നമ്മളിൽ ജീവിച്ചുകൊണ്ട് നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ, ഇത് ക്രിസ്തുവിലുള്ളവളാണ്, ഇത് ക്രിസ്തുവിനുള്ളവനാണ് എന്ന് നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാനുള്ള സാക്ഷ്യമുള്ള ഒരു ജീവിതം
ജീവിതം നയിപ്പാൻ നമ്മൾ ശ്രമിക്കുക, നമ്മൾ അതിനുവേണ്ടി മുന്നേറുക. അതുകൊണ്ട് 116 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്തു പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ആമേൻ. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അന്ത്യം വരെയും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കുവാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അതിശയകരമായി നമ്മളെ നടത്തിയ വഴികളെയും വിധങ്ങളെയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കും, നമ്മുടെ പത്രോസിനോട് ചോദിച്ചതുപോലെ, പത്രോസേ, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുമുണ്ടോ? ശീമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവേ എന്ന് പത്രോസ് പറഞ്ഞതിനോടൊപ്പം തന്നെ നമുക്കും പറയുവാൻ, ഉണ്ട് കർത്താവേ, ഇവരിലധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം അധികം ഇളച്ചു കിട്ടിയവൻ അധികമായി ദൈവത്തെ സ്നേഹിക്കും. ആമേൻ. കാരണം എന്റെ ജീവിതത്തില് എന്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന ദൈവം, എന്റെ കുറവുകളെ ക്ഷമിച്ചു തന്ന ദൈവം, എനിക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ മരിച്ച് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ഇപ്പോഴും ജീവിക്കുന്ന ദൈവം, അധികമായി ഇളച്ചു കിട്ടിയവൾ അധികമായി ദൈവത്തെ സ്നേഹിക്കും. അതുകൊണ്ട് ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ, ആ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് ചോദിക്കുന്നുണ്ട്, ശീമോനെ അല്ലെങ്കിൽ പത്രോസേ, നമ്മുടെ പേര് ചൊല്ലി നമ്മളോട് ചോദിക്കും, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഇവരിലധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അത് ഒരു നിമിഷം പോലും തെറ്റിപ്പോകാതെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിച്ച് ക്രിസ്തു ജീവിച്ചതുപോലുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ 2025 ദൈവഹിതപ്രകാരം അത് അവസാനിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു 2026 നമ്മൾ വെൽക്കം ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവരും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം 2026 ജീവിക്കുമെന്ന് പരിപൂർണമായ വിശ്വാസത്തോടും പരിപൂർണമായ തീരുമാനത്തോടും മുന്നോട്ട് എല്ലാവരെയും ജീവിക്കാൻ കർത്താവായ ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.